നമ്മൾ വീണ്ടും ഫുഡ് ചാലഞ്ചുകളിലേക്ക് വന്നിരിക്കുകയാണ്. എന്റെ സീറ്റ് തട്ടിയെടുത്തിട്ട് ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ ചലഞ്ചിന് ഞാൻ റെഫർ ചെയ്യണം. അതെ, ഇവളുടെ ബലിയാടുകളായിട്ടാണ് ഞാനും ഷാമി അപ്പുറത്തും ഇപ്പുറത്ത് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വെറും 2 ബോൾ മാത്രം കാണുന്നത്. ഇവള് ചാലഞ്ച് ചെയ്യുന്നില്ല. അതെ ഗൈസ്, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ചത്തേക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ശ്രീക്ക് ലിമിറ്റഡ് ഫുഡ് കൊടുത്താൽ മതി. അപ്പൊ ഞങ്ങൾ അത് അങ്ങനെ കേട്ടിട്ട് ലിമിറ്റഡ് ആയിട്ട് ഞങ്ങൾ ശ്രീക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡും അൺലിമിറ്റഡ് ഫ്ലേവേഴ്സും കൂടി മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ദേ നമ്മുടെ മുന്നിൽ ഒരുപാട് ഫ്ലേവർ കാർഡ്സ് ഉണ്ട്. ഈ കാർഡ്സിന്റെ ഉള്ളിലൊക്കെ പല പല ഫ്ലേവേഴ്സ് ആണ്. അതായത് സിംഗിൾ ഫ്ലേവേഴ്സും ഉണ്ടാവും, മിക്സ്ഡ് ഫ്ലേവേഴ്സും ഉണ്ടാവും. നമ്മൾ ഓരോരുത്തരുടെ ലക്കിനനുസരിച്ച്, അതായത് ഇവരുടെ ലക്കിനനുസരിച്ചായിരിക്കും ഓരോ ഫ്ലേവർ കാർഡ്സ് കിട്ടുന്നത്. നമ്മുടെ ഓരോ റൗണ്ടിലും ഓരോ ഫുഡ് വീതം ഇവരുടെ മുന്നിൽ വരും. ആ ഫുഡ് അങ്ങനെ തന്നെ അവർക്ക് കഴിക്കാൻ പറ്റൂല. ഇതൊന്നും ഒരു കാർഡ് സെലക്ട് ചെയ്തിട്ട് ആ കാർഡിലുള്ള ഫ്ലേവർ എന്താണോ ആ ഫ്ലേവറിലേക്ക് ആ ഫുഡ് മാറ്റി നല്ല ഭംഗിയായി ഡെക്കറേറ്റ് ചെയ്തിട്ട് വേണം ഇവർ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇപ്പൊ എക്സാമ്പിൾ ഇവർക്ക് കിട്ടുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണെന്ന് വിചാരിക്കുക. ആ ഫുഡിന് അവസാനം നീ ഫ്ലേവർ കാർഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് വല്ല സോറായിട്ടുള്ളതോ അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള കാർഡോ ആണെങ്കിൽ ആ ഫ്ലേവറിലേക്ക് നിങ്ങൾ ആ ഫുഡ് മാറ്റിയതിനു ശേഷം വേണം കഴിക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫുഡിനെ നമ്മൾ കുളമാക്കിയിട്ട് ടേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ കഴിക്കണം. അതൊക്കെ ഓരോരുത്തരുടെ ലക്ക് അനുസരിച്ചിരിക്കും. പക്ഷെ ചിലത് നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് വരാനും ചാൻസ്. ചിലപ്പോൾ ഞങ്ങൾ പുതിയ പുതിയ ഫ്ലേവേഴ്സ് കണ്ടുപിടിച്ചു വരാം. അങ്ങനെ വരാം. പക്ഷെ സ്പൈസി കിട്ടിയ ആൾക്ക് ലക്കിന് ചിലപ്പോൾ സ്പൈസി കാർഡൊക്കെ അവിടെ കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് വരുന്നത്. നമുക്ക് ചാലഞ്ചിൽ തുടങ്ങാം. ഓക്കെ, റെഡി? ഫുഡ് കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഫുഡ് ഇപ്പൊ തുറക്കാൻ പറ്റൂല. നമുക്ക് ഫ്ലേവർ കാർഡ് എടുത്തതിന് ശേഷം ഫുഡ് തുറക്കണം. ഞാൻ സെലക്ട് ചെയ്യട്ടെ. ഞാനിത് നോക്കട്ടെ. എടുത്തോ. സ്വീറ്റ് എനിക്ക് ഭയങ്കര എനിക്ക് സ്വീറ്റ് ആണ്. 5ക്ക് ടാങ്കി ആൻഡ് സോൾട്ടി. അതെനിക്ക് തോന്നുന്നു കുറച്ച് പണിയാവും. പറഞ്ഞ പോലെ പുതിയ എന്തെങ്കിലും സാധനം കണ്ടുപിടിച്ചാലോ. ഇന്നത് ചിലപ്പോ സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്വീറ്റ് ആയിട്ട് ഡോണറ്റിന്റെ കൂടെ ഞാൻ കുറച്ചുകൂടെ സ്വീറ്റ് ആഡ് ചെയ്ത് കഴിക്കും. പക്ഷെ ഒരു കാര്യം, ടാങ്കി സോൾട്ട് നമ്മൾ പണ്ടൊരു ചാലഞ്ച് ചെയ്തില്ലായിരുന്നോ? ഈ ഡോണറ്റ് ഡിപ്പ് ചെയ്തിട്ട് അത് ചിലപ്പോ നല്ല ടേസ്റ്റിനാവാൻ ചാൻസ് ഉണ്ട്. തിന്നോക്കിയാലേ എനിക്ക് അറിയുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ചിലപ്പോ ഇത് മറ്റേ ആ ഒരു ഈ ചീസിന്റെ ഒക്കെ അങ്ങനത്തെ ഒരു ടേസ്റ്റ് വന്നാലോ. ഒരു സോൾട്ടിന്റെ ചീസിന്റെ എന്തായാലും ഫ്ലേവർ വരൂല. കുറച്ച് ചാട്ട് ഫ്ലേവർ വന്നാൽ കിട്ടും, അത്ര ഉണ്ടാവുള്ളൂ. എന്താ സ്ഥലം എടുത്തോണ്ട. ഇനി ഇതിന്റെ കൂടെ എന്തൊക്കെ ടാങ്കി ആക്കാൻ, സോൾട്ടി ആക്കാൻ ഉപ്പ്, ടാങ്കി ആക്കാൻ എന്തത് കൊണ്ടാ? സ്വീറ്റിനെ കുറിച്ച് തേൻ കിട്ടിയത് നന്നായിരുന്നു. എനിക്ക് സ്വീറ്റ് ആക്കാൻ നല്ല മിൽക്ക് മെയ്ഡ് വന്നിട്ടുണ്ട്. എനിക്ക് നല്ല ടാങ്കി ആക്കാൻ വേണ്ടിട്ട് നല്ല കിടിലൻ ടൊമാറ്റോ കെച്ചപ്പും സോൾട്ടി ഒക്കെ നല്ല കല്ലുപ്പ് ഡെക്കറേറ്റ് ചെയ്യട്ടെ. ഇത് കാണാനായിരിക്കും ഈ ഡോണറ്റിന്റെ മുകളിൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഡോണറ്റിന്റെ മുകളിൽ എക്സ്ട്രാ സ്വീറ്റ് ആക്കാൻ. അതാണ് നല്ല എന്താ പറയാ, ഇപ്പൊ ഫ്രഷ്ലി മെയ്ഡ് ഡോണറ്റ് ആണ്. നല്ല മെൽറ്റ് ചെയ്തിരിക്കുന്ന ചോക്ലേറ്റ്, മെൽറ്റ് ആയ ചോക്ലേറ്റ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. അതിലങ്ങോട്ട് കുളിച്ച് കിടക്കട്ടെ. അത് പ്ലേറ്റിൽ എന്തിനാക്കുന്ന ഡോണറ്റ് മാത്രം ഡെക്കറേഷനും ഇല്ല ഇതില്. അപ്പൊ ഞാനൊരു വെറൈറ്റി രീതിയിൽ ചെയ്യാൻ പോവാ. കാര്യം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റെ ഡെക്കറേഷൻ എങ്ങനെയാണ് ഗൈസ്? അത് മൊത്തം ടാങ്കി ആക്കണേ. അതിന്റെ ഇഷ്ടമാണ്. കാര്യം ഇതുണ്ടോ, ഇത്രയും ഫ്ലേവർ മാറണല്ലേ. ഇപ്പൊ മാറ്റി തരാം. അപ്പൊ ശരിക്കും തരാം. നല്ല രസമുണ്ടായിരുന്നു അത്. ഇവളാക്കുന്ന പോലെ അത്ര കൺസിസ്റ്റൻസിയിൽ ഇത് വരുന്നില്ല. അത് പിന്നെ സോസ് ആണല്ലോ, അത്രല്ലേ വരൂ. ഇത് രസമുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഉപ്പ് ഓരോരോ ഇതിന്റെ മുകളിലായിട്ട് നടുവില് കുറച്ച് കൂടുതൽ ഇട്ടുകൊടുക്ക്. അണക്കും വേറിട്ട ഷാമി എടുത്തത്. ഇന്നെങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് തരേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും ഞാൻ കല്ലുപ്പൊക്കെ ഇട്ടുണ്ടേ. ഇപ്പൊ ആ ഡോണറ്റ് സ്വീറ്റും ടാങ്കി സോൾട്ടിയും കൂടിയായി. സോൾട്ട് ഇട്ടുണ്ട്. എനിക്ക് ഇതിനൊരു കാരമൽ ടേസ്റ്റ് കിട്ടണേ ദൈവമേ. അതിനൊരു സോൾട്ടി അതിന് ചിലപ്പോ നല്ല ഫ്ലേവർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നല്ല മധുരം ഇരിക്കുന്നിട്ട് നമുക്ക് ഷുഗറും വരുന്നു. എനിക്ക് നല്ല മധുരം. ഞാനിത് ഇങ്ങനെ ഇതിൽ തന്നെ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് എനിക്ക് കൊതിയാവുന്നു. ഞാൻ അതാന്ന് വിചാരിച്ചിട്ട് എനിക്കാണ് കൊതിയാവുന്നത്.
ഇതൊക്കെ അതിന്റെ ഉള്ളിൽ വെച്ച മൊത്തം ഇപ്പൊ ഡിസൈൻ ആയിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ താഴ്ത്തു പോയി. ഞാൻ ഇനി ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കണ്ടേ? ശ്രീക്ക് പുതിയ അവിടെ ഒരു പീസ് കൊടുക്കാൻ ഞാൻ കഴിക്കട്ടെ. ഞാൻ പറഞ്ഞുതരാം, വല്ല വെറൈറ്റി ടേസ്റ്റുകൾ ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. എന്താ ടേസ്റ്റ് എന്താ? ഞാൻ ചോക്ലേറ്റ് മിൽക്ക് മേഡ് എല്ലാം കൂടെ ഇറക്കി. എന്താ ഫ്ലേവർ? ആ കല്ലുപ്പൊക്കെ അങ്ങനെ ഇറക്കിയോ? അത് ചങ്ക് കുത്തി തറക്കിട്ടോ? അലിയിച്ചിട്ട് ഇറക്കിയാ മതി, സമയം എടുത്തോളൂ. ഇഷ്ടായോ? കല്ലുപ്പും സോസും ഉള്ളത് വേഗം വിഴുങ്ങി. എന്നിട്ട് ബാക്കി സ്വീറ്റ് മാത്രം വായിൽ വെച്ചിട്ട് വേറെ മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം വരട്ടപ്പോ എന്താ ഫ്ലേവർ? അയ്യോ, വൃത്തിയുടെ ടേസ്റ്റ്. അതായത് ഈ സോസിന്റെ ഉള്ളില് കല്ലുപ്പ് ഇട്ടിട്ട് ഇങ്ങനെ പുളിച്ച ആ ഒരു എന്താ പറയാ കട്ട ഉപ്പും കട്ട ടാങ്ക് ആയിട്ടുള്ള ഒരു ടേസ്റ്റ്. എനിക്ക് ഇതിനോട് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും തോന്നില്ല, പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചു. ഇത് നമ്മളിങ്ങനെ ഓരോ ഞാൻ എനിക്ക് കഴിച്ചിട്ടുണ്ട്. അത് ഡിപ്പ് ചെയ്തിട്ട് വേണം ഇങ്ങനെ. ഞാൻ ഭയങ്കരമായിട്ട് ആഡിലൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കുന്നു. എനിക്ക് വിശക്കുന്നു. അഞ്ച് നോക്കാൻ നോക്ക്. എനിക്ക് തീരെ കഴിക്കാൻ പാടില്ല അല്ലേ? നല്ലത് മാത്രം കഴിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കണ്ട. കഴിക്കുകയാണെങ്കിൽ രണ്ടും കഴിക്കണം. എനിക്ക് വേണ്ട. കൂടെ കഴിച്ചാൽ പോരാ. ഞാൻ 3 ബൈറ്റ് എടുത്തിട്ടുണ്ട് ടോട്ടല്. നല്ല ടേസ്റ്റ്. 3 ഫ്ലേവർ മിക്സ് ആയിട്ടാ ഇത് തീരാനായി. ഓക്കെ, റെഡി അല്ലേ? റെഡിന്നോ ഗൈസ്? ഇത് എനിക്കറിയാം ഇതിന്റെ ഉള്ളിൽ എന്താന്നുള്ളത്. അതൊന്നല്ല, ഈ സ്റ്റുഡിയോ മൊത്തം അതിന്റെ സ്മെല്ലാണ്. കാര്യമായിട്ട് കഷ്ടപ്പെട്ട് ഒളിപ്പിച്ചൊക്കെ സമാധാനം കണ്ണടച്ചിരുന്നു. അതെ, ഞങ്ങളെ അടുത്ത് അതിന്റെ ഇടയ്ക്ക് പറയാ മൂക്കൊക്കെ സ്മെല്ല് കട്ടാക്കിയിരിക്കാൻ. കട്ടാക്കിയാലും ഇതിന്റെ സ്മെല്ല് അങ്ങ് കിട്ടും ഗൈസ്. എന്തായാലും കുഴപ്പമില്ല. അല്ല, ഇപ്പൊ തുറന്നു നോക്കണ്ട. ഫസ്റ്റ് ഫ്ലേവർ കാർഡ് എടുക്കുക. ഓക്കെ ഓക്കെ, ഈ സൂക്ഷിച്ചെടുത്തോ. ഞാനിത് എന്തായാലും ഉള്ള സാധനം തിന്നാൻ പറ്റില്ല. അല്ല സലു, നമുക്കൊരു പണിയാ. ബിറ്ററാക്ക ഈ ആൾക്ക് ഒന്നും കൊടുക്കാം, ഈ ആൾക്ക് ഒന്നും കൊടുക്കാം അല്ലെ? അങ്ങനെ വെറൈറ്റി പാർഷ്യാലിറ്റി വന്നു കഴിഞ്ഞാൽ വിഷയാവും. ബിറ്ററിന്റെ ടേസ്റ്റ് പോലെ ഇരിക്കും അത്. അതല്ലേ. ഓക്കെ, നമ്മള് ബിറ്റർ ബിരിയാണിയാണ് തിന്നിട്ടത്. അതൊക്കെ നല്ല ബിരിയാണി. മസാല നോക്ക്. എനിക്ക് കോഴി കഷ്ണം, എനിക്ക് ലെഗ് പീസ് ഉണ്ടല്ലേ? എനിക്ക് കോഴിക്കഷ്ണം ഇല്ലാതെ തല്ലിടാൻ പോയിരുന്നു. ഈ സ്റ്റുഡിയോ മൊത്തം ഈ മണയിൽ ഇത് എടുത്തേക്കുന്ന സമയത്ത് ബിറ്റർ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ബിറ്റർ കാർഡാണ് നമ്മുടെ മുന്നിൽ വന്നിട്ട്. ഇതല്ലാതെ കൈപ്പാക്കാൻ വേറൊരു വഴിയില്ല. ഒരു സാലഡ് കൂട്ടി കഴിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അത് നല്ല ഭംഗിക്ക് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യണല്ലേ? അത് ഞാൻ മറന്നുപോയി. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഗൈസ് ഓരോ പൈസ എടുക്കുന്നത്. ഞാൻ 1 2 3 4 5 5 4 6 7 8 എന്തിനാണ് ഇത്രയൊക്കെ? 9. അയ്യോ, ഫുൾ അങ്ങനെ ആക്കട്ടെ. 10 പീസ് ടോട്ടലി എടുത്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ഓരോ പീടി തിന്നപ്പോഴും ഞാൻ ആ കൈപ്പൊക്കെ കൂട്ടിട്ട് അപ്പൊ 10 പിടിയാണ് ഷാമി തിന്നാൻ പോകുന്നത് അല്ലേ? അങ്ങനെയല്ല, ഞാൻ ഇത് ബിരിയാണി തീരുന്ന നേരം ഉദ്ദേശിച്ചേ. 1 2ന്റെ 10 ആയോ? കൂടി വെക്കണം തോന്നുന്നു. പിള്ളേര് വെച്ച് ഏറ്റവും നേർപ്പ പീസ് മൊത്തം നോക്കി എടുത്തിട്ടുണ്ട്. അതിന് രണ്ടുപേരുടെ പ്രസന്റേഷൻ കാണിക്കൂ. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ബിറ്റർ ബിരിയാണി. എല്ലാവർക്കും ഞങ്ങളോട് ദേഷ്യം തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാൻ പറ്റി, ഇതല്ലാതെ വേറെ വഴിയില്ല. ബിരിയാണി ഇങ്ങനെ എടുത്ത് ഒരു ചിക്കൻ പീസ് ഇത് അവിടെ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാം ഗൈസ്. ക്രഞ്ചി ആയിരിക്കും ബിരിയാണി. അതെ, നല്ല കറഞ്ചിയാണ്. വിചാരിച്ച മാതിരിയല്ലേ? 5 ഏറ്റവും നേർപ്പ പീസ് നോക്കി എടുത്തേക്കുന്നത്. എന്നാ പിന്നെ വലിയ പൈസ ഞാൻ പറഞ്ഞു. ഇനി ഇതിന്റെ ഉള്ളിൽ നമുക്ക് ബിരിയാണി ഫില്ല് ചെയ്യാം. അയ്യേ, നോക്ക് പച്ച കളറായി മൊത്തമായ. ചിക്കൻ വെച്ച് ചിക്കൻ വലിയ പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ടേസ്റ്റ് അറിയില്ലല്ലോ. ഏയ്, കൈപ്പക്കല്ലേ, തീരെ അറിയില്ല.
ഓ നല്ലൊരു ബിരിയാണി ഇങ്ങനെ ആക്കുമ്പോ ഭയങ്കര വിഷമം. അല്ല അടുത്തതിലൊക്കെ കുഞ്ഞു പീസ് കഴിച്ചാൽ മതി അല്ല ഫുൾ പീസ്. നല്ല പച്ച കയ്പല്ലേ, അതായത് തീരെ പഴുപ്പില്ലാത്ത കയ്പല്ലേ, അതുകൊണ്ട് തന്നെ നല്ല കടിക്കുന്ന കയ്പ് മൊത്തം വയൽ കിട്ടുന്നുണ്ട്. ജ്യൂസ് അടിക്കാൻ പറ്റിയ കയ്പായിരുന്നു. എന്നിട്ട് കൊടുക്കുന്നു. നല്ല ഹെൽത്തി അല്ലേ അല്ലേ? ഇപ്പൊ ഡോക്ടർ കയ്പ് കൊടുക്കണം അതൊന്നും പറയില്ല. 2 ബിരിയാണി ഇതും കുറച്ച് ഉണ്ടാവുമ്പോഴല്ലേ തിന്നുമ്പോ മനസ്സിലാവുള്ളൂ. ഒന്ന് ഞാൻ തിന്നോക്കട്ടെ. കുറച്ച് ചിക്കൻ എടുത്ത് വെക്ക. കുറച്ച് കേടൊക്കെ ഉണ്ടായിരുന്നു. ഇത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാനും. കഴിക്കട്ടെ. അത് മിക്കവാറും ടേസ്റ്റ് ഉണ്ടാവും, കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടാവും. ഒരു വ്യത്യാസമില്ല. ബിരിയാണിന്റെ കൂടെ ഒരു സാലഡ് പോലെയെങ്കിലും കൂട്ടാൻ പറ്റുന്ന സാധനം കയ്പന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ അല്ല കഴിച്ചു, തീരെ യോജിപ്പില്ലാത്തൊരു സാധനമാണ് ബിരിയാണിന്റെ കൂടെ അല്ലേ. അവിടെ ഇപ്പൊ വെക്കും. ഓക്കെ കണ്ടോർന്നോ? ഇതിന് സ്മെല്ലൊന്നുമില്ലേ? അപ്പൊ എന്താന്നുള്ളത് വളരെ നിഗൂഢമായിട്ടുള്ള ഒരു കാര്യമാണ്. ബിരിയാണിന്റെ ഒരു സ്മെല്ലാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് വേറെ ഒരു സ്മെല്ല് ഇനിയിപ്പോ കിട്ടാൻ ചാൻസ്. വേറെ ഏതെങ്കിലും ഫുഡ് കൊണ്ടുവച്ചാലും പെട്ടെന്ന് അവർക്ക് തിരിച്ചറിയാനൊന്നും പോകുന്നില്ല. ഞാൻ ആ ഇട്ടതുള്ളയല്ലോ. ഞാൻ 4, 5 ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവിടെ ഉള്ള ആ പിങ്ക് ഓക്കെ ഇത് അമ്മേ ഞാൻ നോക്കിക്കോളാം. എനിക്ക് നോക്കരുത്. ഞാനും നോക്കില്ല. നല്ല വെറൈറ്റി സാധനങ്ങൾ എനിക്ക് കാണാനും പറ്റും എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് ഇതുവരെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സാധനം കിട്ടിയില്ല. 5ക്ക് ടാങ്കി പ്ലസ് സോൾട്ടി ആയിട്ടുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ഫുഡ് ഏതാണാവോ? 3, 2, 1 go. സാൻഡ്വിച്ചിന്റെ കൂട്ടത്തില് സ്പൈസി വന്നു കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവും. ഇത് ക്ലബ് സാൻഡ്വിച്ച് അല്ലേ? ക്ലബ് സാൻഡ്വിച്ചിന്റെ കൂടെ ടാങ്കി ആയിട്ടാണ് കേസ് അത് കഴിക്കേണ്ടത്. കുഴപ്പമില്ല, ചിലപ്പോ നല്ല ഫ്ലേവർ ഉണ്ടാവാൻ ചാൻസ് പച്ചമുളക് തരണേ. വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ച് നല്ല നീറ്റിൽ കഴിക്കാൻ പറ്റും. നല്ല കിട്ടുന്ന സാധനമാണ് 5 കിട്ടിയത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പച്ചമുളക്. എന്തത്? ഇമിലി അങ്ങോട്ട് ടൊമാറ്റോ സോസ് കിട്ടും. അതും ടാങ്കി തന്നെ. ഓക്കെ, പാനിപൂരിയും മറ്റേ സാൻഡ്വിച്ചും തിന്നു. എന്ത് രസമുണ്ടോ പാനിപൂരിയിൽ ഇതിങ്ങനെ എനിക്ക് പച്ചമുളക് കഴിച്ച് കിട്ടിയത്. ഇനിയിപ്പോ ഞാനത് ഡെക്കറേറ്റ് ചെയ്യണം. ഞാൻ ഇനി ഇത് സ്പൈസി സാൻഡ്വിച്ച് ആക്കി മാറ്റാൻ പോവാണ് ഗൈസ്. നോർമൽ സാൻഡ്വിച്ച് ആയിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് എന്തിന് ഡെക്കറേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചത്. ഡെക്കറേറ്റ് ചെയ്യുമ്പോഴേ നമ്മളിത് നല്ല യൂസ് ചെയ്യുള്ളൂ. മറ്റേ നമ്മൾ ജസ്റ്റ് കടിച്ചവിടെ വെക്കൂലേ? ഞാൻ പക്ഷെ ഭയങ്കര ജനുവിനാണ്. ഞാൻ അങ്ങനെ കടിച്ചു വെക്കാന്ന് ഉദ്ദേശിച്ചില്ല. പിന്നെ ഡെക്കറേറ്റ് ചെയ്യുമ്പോ കുറച്ച് പിന്നെ 4 ലെയറും കൂടെ വെച്ചെടുക്കും. ലെയറുകൾ കുറെ ഉണ്ട്. എന്നാ ഒരു ലെയറിനും കൂടി വെക്കാല്ലേ? ചീസിന്റെ കൂടെ കുരു കുറവുള്ള എടുക്കാം. നല്ല എരിവുള്ളതാണ്. കഴിഞ്ഞിട്ട് 5 കഥ 5 അത് ഒന്നായിട്ട് അങ്ങനെ തന്നെ കഴിച്ചോ? അമലേട്ടനെ അറിയിക്കണേ ഇത്. ഞങ്ങൾ വിളിച്ചു പറഞ്ഞോളാം. അത് കടിച്ചുവല്ലേ പിന്നെ മുളക് വീണുപോയാലോ ബുദ്ധിമുട്ടാവില്ലേ? ഓക്കെ, ഇപ്പൊ നിങ്ങക്ക് ഉണ്ടാക്കി തന്ന സാൻഡ്വിച്ച് വേറെ 2 പച്ചമുളക് ലെയർ കൂടി വന്നിട്ട് ഞാൻ തിന്നാൻ പോകും. എന്റേത് ഇമ്ലിയും കൂടെ ആക്കട്ടെ. അത് ചിലപ്പോ എനിക്ക് പറഞ്ഞ പോലെ നല്ലതാവാൻ ചിലപ്പോ നല്ലതാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പല്ല, ഇതില് എത്ര ഭേദമാട്ടെ മുകളിൽ കൂടെ ഇല്ലാണ്ട് ഈ ലെയറുകളിൽ ഒഴിച്ചുകൂടെ? 5 ചെയ്ത പോലെ ഞാൻ ചെയ്ത പോലെ ലെയർ എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ കൊടുക്കേ. ഓരോരോ ബ്രെഡും പൊക്കുക, എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഇമിലി ടൊമാറ്റോ സോസ് എന്ന വ്യാജേന ഇമിലി വെച്ചു കൊടുക്കുക. നല്ല ഇമിലിയാന്ന് തോന്നുന്നു ഗൈസ്. ഒന്നിങ്ങനെ വെച്ചാൽ അപ്പൊ ഡെക്കറേറ്റ് ചെയ്ത പോലെ ആവില്ല. കഴിഞ്ഞില്ല. അതിനുശേഷം മുകളിൽ ഡെക്കറേഷൻ കൊടുക്കാം. ഈ അടുത്ത ചിക്കന്റെ മുകളിലും ഞാൻ ഇമിലി ഒഴിച്ചിട്ടുണ്ട് ഗൈസ്.
ഇനി ഇത് ഇങ്ങനെ അടച്ച് ഞാൻ അവിടെ പച്ചമുളക് ഡെക്കറേഷൻ ആക്കി. ഞാനിതാ ഡെക്കറേഷൻ ഒരു കുറച്ച് ഇമ്പിലി ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ ഡെക്കറേഷൻ കുറഞ്ഞു പോണ്ട. ഇപ്പൊ ഇത് ടാങ്കി സാൻഡ്വിച്ച് ആയി ഗൈസ്. ഒരാള് ടാങ്കി സാൻഡ്വിച്ചും ഒരാള് സ്പൈസി സാൻഡ്വിച്ചും ആണ് ഗൈസ് കഴിക്കാൻ പോകുന്നത്. ഓക്കെ കഴിക്കാം. എങ്ങോട്ട് നോക്കണം എനിക്ക് രണ്ട് സൈഡിലേക്ക് വീട് പോവോ? എനിക്ക് ഇവിടെയാണ് കുറച്ചുകൂടെ പ്രതീക്ഷ. ഇത് പച്ചമുളകിന് ഫ്ലേവർ ഉണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് എരിവ് ഫീൽ ചെയ്യുന്നില്ല. ഇത് എരിവ് കുറവാന്ന് തോന്നുന്നു. എരിവ് കുറവുള്ള പച്ചമുളകായി പോയില്ലേ. ഇത് നല്ല രസം, ഒരു പ്രത്യേക ഫ്ലേവർ. ഇങ്ങനത്തെ ഓരോ വീട്ടിൽ കഴിക്കുന്ന എന്തൊക്കെ പോലെ തോന്നുന്നുണ്ടാവില്ലേ? സാധാരണ ബ്രെഡ് ഇങ്ങനെ ഇമിലി കൂട്ടി കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് കുട്ടി പറഞ്ഞത്. ഭയങ്കരമായിട്ടുള്ള എരിവില്ല, പക്ഷെ ഇനി ഇത് ഇങ്ങോട്ട് എടുത്തോ, ഇതടക്കം കടിച്ചു പോകണ്ട. ഇത് കൊറേ പച്ചമുളകുള്ള ലെയറാട്ടോ. ഇനി ഇത് തിന്നു നോക്കാം. എന്തൊന്ന് പറഞ്ഞല്ലോ അവിടെ. പച്ചമുളക് സോസ് ആയിരുന്നു. ഗ്രീൻ ചില്ലി സോസ് കിട്ടിയ നന്നായിരുന്നു നമുക്ക്. ക്രഞ്ചി പച്ചമുളകാ. നല്ല സ്പൈസി സാൻഡ്വിച്ച് ആണ് തോന്നുന്നത്. സോളുടെ ആ ഒരു ഭാവമൊക്കെ കണ്ടിട്ട് യമ്മി. ഇത് കഴിഞ്ഞ് ഇതിന്റെ അടുത്ത് കഴിക്കാൻ ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല. 5-10 നിലയിലാണ് നല്ല എരിവ് ഇപ്പൊ വന്നിക്കണെന്നാ തോന്നുന്നു. ഇവിടെ ഇങ്ങനെ അടിച്ച് പൊളിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം തട്ടേ? വെള്ളം തട്ടേ, കുറച്ച് വെള്ളം കൊടുക്ക്. കണ്ടോ ഇവിടെ മൊത്തം ചുണ്ട് ഇവിടെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. പോയി അതില് ഈ ഭാഗം കൊണ്ട് കടിച്ചപ്പോ പച്ചമുളകിന്റെ അതായത് എല്ലാം കൂടി എവിടുന്നാ കഴിച്ചത്. അപ്പൊ പച്ചമുളക് ആ കവറിന്റെ ആ ഭാഗം തൊട്ടിപ്പോയി. അപ്പൊ അതിന്റെ എരിവായി പോയി. അപ്പൊ ഈ റൗണ്ട് വളരെ ശ്രദ്ധിച്ചെടുക്കുക. സ്പൈസി കിട്ടിയ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതായത് അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താ സ്പൈസി ഉണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. തൊട്ട് മുന്നേ നമുക്ക് സ്പൈസി അല്ലേ കിട്ടിയത്. ഇനിയും കുട്ടി സ്പൈസി കഴിക്കണ്ടെന്ന് വിചാരിച്ചു പറഞ്ഞു. അങ്ങനെ ഞാനിത് ടാങ്കി പ്ലസ് സോൾട്ടി. ഈ സോൾട്ടിന്റെ വിട്ട് പോവില്ലേ? സ്വീറ്റ് പ്ലസ് സോർ. രണ്ടുപേരും രണ്ട് വ്യത്യസ്ത എൻറ്റയർലി ഡിഫറെന്റ് ടേസ്റ്റുകൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കട്ടെ. ടാങ്കി പ്ലസ് സോൾട്ടി. നിങ്ങളൊരു പണി ഇവിടെ മിക്സ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ. രണ്ട് ഫ്ലേവർ മിക്സ് ആയിട്ടുള്ളത് മൂന്നാമതൊരു ഫ്ലേവർ. ടോട്ടൽ 4 ഫ്ലേവേഴ്സ് ഒരുമിച്ച് വരാൻ പോണി. ഇതിന്റെ ഉള്ളിലുള്ള ഫ്ലേവർ എന്തായിരിക്കും അറിയണ്ടേ? അതെ. 3, 2, 1 go. സ്പൈസി. അപ്പൊ കയ്യിന്ന് പോയത് തന്നെയല്ലേ. ടാങ്കി സോൾട്ടി വലിയ കുഴപ്പമില്ല. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇത് പൊട്ടറ്റോ പൊട്ടാറ്റോ വെഡ്ജസോ. അപ്പൊ ഞാനത് സ്വീറ്റ് പ്ലസ് സോർ ആക്കിട്ട് കഴിക്കണം അല്ലേ? അത് വലിയ കുഴപ്പമുണ്ടാവില്ല. ഇത് എങ്ങനെയായിരിക്കും ഇത് സ്വീറ്റ് പ്ലസ് സോർ ആക്കി കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഗൈസ്. അത് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ആയിരിക്കും. ഈ സ്പൈസി പൊട്ടറ്റോ വെഡ്ജസ് ഞാൻ ടാങ്കി പ്ലസ് സോൾട്ടി ആക്കണം. ടാങ്കി എനിക്ക് കുഴപ്പമില്ല, പക്ഷെ സോൾട്ടിക്ക് വലിയ പ്രശ്നമാണ്. ഗൈസ് എനിക്ക് സ്വീറ്റിന് ഹണിയും പിന്നെ എന്താ സോർ അച്ചാറ് കിട്ടിയിരിക്കുന്നത്. നല്ല രസം ഉണ്ടാവും. നല്ല വെറൈറ്റി ടേസ്റ്റിൽ കഴിക്കാം. ഹണി അച്ചാർ ഇതുവരെ ആരും തിന്നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ഡേറ്റ്സ് പിക്കിളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. പക്ഷെ അതിലും കൂടി കൂട്ടി തിന്നണ്ടേ? ഇപ്പൊ എത്ര ഫ്ലേവർ ആയി. ഇന്റത് ഗൈസ് ഞാനിതാ എനിക്ക് കിട്ടിയിട്ടുള്ളത് നേരത്തെ ഉപ്പ് തന്നെ തന്നുണ്ട്. ടാങ്കിക്ക് യോഗട്ട് തന്നത്. പക്ഷെ ഇതിൽ ഞാനൊരു ബുദ്ധി പ്രയോഗിക്കാൻ പോകും. ഈ യോഗട്ടിൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് സ്പൂണുള്ള സല്ലു. എനിക്ക് മനസ്സിലായി സംഭവം. അത് നല്ല പേസ്റ്റ് പോലെ ആക്കിട്ട് ഓളയില് നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ എന്നിട്ട് നല്ല ടേസ്റ്റിൽ കഴിക്കാം. ആ യോഗട്ടിലൊക്കെ അത് ചിലപ്പോ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ യോഗട്ടിലോട്ട് വേണ്ട ഉപ്പിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. അത് മിക്സ് ആവൂല. മിക്സ് ആവും. നല്ല മിക്സ് ആവൂല. എന്റെ പണി നോക്കാം. കുറെ പരിപാടികളുണ്ട്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഹണി ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോണ ഗൈസ്. ഹണി ഇത് മാത്രമല്ലേ അപ്പൊ നല്ല രസം ഉണ്ടാവുമായിരുന്നു.
ഒരു ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ഇവളെ വിശ്വസിക്കാൻ പറ്റൂല. ഒരു വിധം വരെ ഫ്ലേവേഴ്സ് ഒക്കെ നമുക്ക് കൊടുത്താൽ ഇവളത് ആസ്വദിച്ച് കഴിക്കും. പക്ഷെ ഈ അച്ചാറിലേക്ക് ഒരു പ്രതീക്ഷയില്ല കേട്ടോ. എനിക്ക് തീരെ പ്രതീക്ഷയില്ല. ഞാനിതാ ഹണി പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഹണി നമുക്ക് ഇതിന്റെ മുകളില് ഡെക്കറേഷൻ പോലെ ഗൈസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഡെക്കറേഷൻ പോലെ ആക്കിയിട്ട് കാര്യമില്ല, അത് സ്വീറ്റും സോറും കൂടി ആവണം, ആ ഫ്ലേവർ അതിന് വരണം. മൊത്തത്തിൽ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ആക്കുന്നുണ്ട്. അച്ചാറും ഇതേപോലെ ഇടണോ? അങ്ങനെ ആക്കിയ പോരാ, അങ്ങനൊന്നും ചെയ്യാൻ കഴിയൂല. അതൊക്കെ ഉണ്ട്. ഇങ്ങനെ ആക്കി. ഇനി അതിന്റെ മുകളിൽ ഞാൻ അച്ചാർ ഒരു സ്പൂൺ തന്നാല് നല്ല ലൈം പിക്കിള് കഴിച്ച് നല്ല ബിരിയാണി ഒക്കെ കൂട്ടി കഴിക്കും. നല്ല ചീനമുളക് ഇട്ടാൻ തോന്നുന്നല്ലേ? നല്ല അച്ചാർ മാത്രം കുറച്ച് തരുമോ? പറ്റൂല. മനസ്സുണ്ട്. ഹേയ് കൊതിയാവുന്നു. ഞാൻ അതിന്റെ മുകളിൽ ഡെക്കറേഷൻ പോലെ കഴിച്ചതാ. ഇപ്പോ ഹണി ഗ്ലേസ്ഡ് ലെമൺ പിക്കിൾ പൊട്ടാറ്റോ വെഡ്ജസ് ആയി മാറി. കുറച്ചും കൂടി ഇട്ടോ. ഞാൻ നല്ല ഇടുന്നുണ്ടേ. നമുക്ക് വായില് വെള്ളം വന്നിട്ട് വയ്ക്കാം. അത് അച്ചാറ് മാത്രം കഴിക്കാല. ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞോണ്ട് എനിക്ക് ഇത്രയും നേരത്തിന് ശേഷം കിട്ടിയൊരു നല്ല സാധനം, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നേ. അതുകൊണ്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാര്യമായിട്ട് തന്നെ അതിന്റെ മുകളിൽ ഈ നമ്മളിങ്ങനെ ഹൗസോ അങ്ങനത്തെ ഒരു സാധനം അതുപോലത്തെ രീതിയിൽ നമുക്കിതാ അത് ശരിയാവില്ല കേട്ടോ. ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് ഡെക്കറേഷൻ ഇനി ഉപ്പില്ല എന്നുള്ള ഇത് വേണ്ട, കുറച്ച് ഉപ്പ് നമ്മൾ അവിടെ ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എനിക്കറിയാം എന്താ ജോലി ചെയ്യാൻ പോണെ. ഒരു വെഡ്ജസ് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിലിങ്ങനെ യമ്മി രസണ്ടാ. ഇനി ഞാൻ എന്റെ ഹണി ഗ്ലേസ്ഡ് ലൈം പിക്കിൾ പൊട്ടാറ്റോ ഫോർക്കൊണ്ട് ഇതിനൊക്കെ ശാസ്ത്രീയമായ രീതി ഉണ്ട് കണ്ടോ. ഞാൻ നല്ല മിക്സ് ചെയ്തിട്ടുണ്ടായി. നോക്കിയാ ഫ്ലേവർ ഒക്കെ മാറി. സൂം ചെയ്തോക്ക്. കണ്ടോ ഹണി അച്ചാറും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് സാരില്ലടാ. നമ്മള് കൊറേ ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. പക്ഷെ എന്നും മനസ്സിലാവില്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഇതിനെ ഞാൻ സ്വീറ്റ് പ്ലസ് സോറാക്കിയാ മാറ്റിക്കുന്നത്. എനിക്ക് വേണ്ടി 2 വർത്തമാനം പറയാനുള്ളത്, പൊട്ടറ്റോ വെഡ്ജസ് ആയിട്ട് ഇതിനൊരു ടേസ്റ്റും ഇല്ല. ഒന്നാമത്തെ കാര്യം അതിന്റെ കൂട്ടത്തില് ഈ ഉപ്പിട്ടിട്ടുള്ള യോഗോട്ടും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയുടെ ടേസ്റ്റ് ഉണ്ട്. ഇത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇതില് കൂടുതൽ ഒഴിച്ചു നിൽക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ലൈമിന്റെ ഒരു കയ്പ് ഉണ്ടാവല്ലോ, കുരുവിന്റെ ആ കയ്പ് ഉദിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു അച്ചാറിന്റെ ഫ്ലേവർ ആണ് കൂടുതൽ നിൽക്കുന്നത്. അച്ചാർ അത്രയും കോരി ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്വീറ്റ്നെസ് കുറച്ച് കുറച്ച് ഹണി നന്നാവും. കുറച്ചുകൂടെ ഹണി ആഡ് ചെയ്യാം. ഞാൻ എനിക്ക് ആകെയുള്ള ഉപ്പ് അതിനാണ് എന്നിട്ട് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികമാവും. രണ്ടാമത്തെ പൊട്ടാറ്റോ വെഡ്ജസ് ആട്ടോ ഞാൻ തിന്നത്. ഇഷ്ടമായിട്ടൊന്നല്ല, പക്ഷെ രസമില്ല. പക്ഷെ എന്നെ തൂറ്റ് കണ്ടിട്ട് തോന്നുന്നത് ഇഷ്ടമായിട്ടാണ്. 10 ദിവസമില്ല കാണാൻ എന്ത് രസാ. പറയിപ്പിക്കാനായിട്ട് അതൊന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിച്ചു. അപ്പൊ രണ്ടുപേരുടെ ഫുഡിൽ ഏകദേശം ഒരു തീരുമാനമായിരിക്കും. വളരെ നല്ല റൗണ്ട് ആയിരുന്നു. രണ്ടും നന്നാവുന്ന പ്രതീക്ഷിച്ച് രണ്ടും അലമ്പായി. അപ്പൊ പല പല ഫ്ലേവേഴ്സ് ഇങ്ങനെ ഫ്ലിപ്പായി നമ്മുടെ ചാലഞ്ച് ഇവിടെ തീരെയാണ്. ഈ ചാലഞ്ച് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസിന്റെ ഒരു ഫുഡ് പോലും നന്നായിട്ടില്ല. അതിന്റെ പ്രതിഷേധം എനിക്കുണ്ട്. എനിക്ക് എന്റെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് നന്നായി, സാൻഡ്വിച്ച് നന്നായി. ഫസ്റ്റ് റൗണ്ട് ഡോണറ്റും നന്നായി. പിന്നെ എനിക്ക് ഇതെന്താന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. കഴിഞ്ഞ റൗണ്ട് അല്ല ബിറ്റർ ബിരിയാണി. അത് ഭീകര ബുദ്ധിമുട്ടായിരുന്നു. അതേ വേവ് ലെങ്തിലാണ് ഇത് കിടക്കുന്നത്. അത് ഈ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ this is ശ്രീലക്ഷ്മി, this is Shavya, this is Sanjita. signing off.